ഓക്കെ, അപ്പോൾ ഞാനൊരു പുതിയ കോമ്പോസിഷൻ എടുത്തു. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു എലിപ്സ് ടൂൾ വരച്ചു. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഹോം, കൺട്രോൾ ഓൾട്ട് ഹോം. അതിൻ്റെ പിവട്ട് പോയിൻ്റ് കറക്റ്റ് സെൻറ്ററിൽ വന്നു അല്ലേ. എന്നിട്ട് ഞാനതിനെ സ്കെയിൽ ചെയ്തിട്ട് സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കി. അപ്പോൾ അതിന് പിവട്ട് പോയിൻ്റ് മാറി. കൺട്രോൾ ഓൾട്ട് ഹോം അടിച്ച് വീണ്ടും പിവട്ട് പോയിൻ്റ് കറക്റ്റായിട്ട് പോകും. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇത് കറക്റ്റ് പൊസിഷനിൽ വരണതാണ്. ഏതാണ് നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച്. അതിന് വേറെ മാർഗ്ഗമുണ്ട്. ഏതാണ് നമ്മുടെ ഫുൾ ലേ ഔട്ടിനനുസരിച്ച്. അത് വേണ്ട. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ബേസിക് അനിമേഷൻ ഇവിടെ ചെയ്യുകയാണേ. ഒരു പൊസിഷൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, മൂവ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, നോർമലി ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആണ്. ഞാൻ സ്വല്പം കൂടെ ഒന്ന് ഫാസ്റ്റാക്കി ഇട്ട് കൊടുത്തു. വീണ്ടും കുറച്ചും കൂടെ ഫാസ്റ്റാക്കി ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നാലും ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട, അല്ല ഇത്രയും മതി തൽക്കാലം. അപ്പോൾ എൻ അടിക്കുക, റൈറ്റ് ക്ലിക്ക്, ട്രിം കോം ടു വർക്ക് ഏരിയ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫ്രെയിം ആകുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ പ്ലേ ചെയ്യുന്ന സമയം നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിന്നു. സ്വല്പം കൂടെ ഫാസ്റ്റ് ആകാം. ഇപ്പോൾ നോക്കിയേ, അടിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ്, സ്മൂത്ത് ആവുന്നില്ല. അപ്പോൾ സ്മൂത്ത് ആവാൻ വേണ്ടി നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസി ഈസ് ഇൻ എന്ന് വെച്ചാൽ ഷിഫ്റ്റ് F9 ആണ് എൻ്റെ ഷോർട്ട് കട്ട്. ഞാനിപ്പോൾ ഇതിനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ സ്മൂത്തായി ഇല്ലേ. എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അത് തിരിച്ച് വരും. കണ്ട, പഴയ പോലെ വരും. മനസ്സിലായോ? കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. കണ്ട, ആയില്ല. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ പോലെ വരും. അപ്പോൾ എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ഈസിൻ ആണെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുവരാൻ പറ്റും, തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. സ്മൂത്തായി നോക്കിയേ ഇല്ലേ. അപ്പോൾ ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് വീണ്ടും തിരിച്ച് കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈസി ഈസ്, നമ്മൾ നേരത്തെ ഈസ് ഇൻ ആണ് നോക്കിയത്, ഈസി ഈസ്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഈസി ഈസ് എന്താണെന്ന്. എന്താ വ്യത്യാസം? രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ? വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തേ, ഒന്നുകൂടെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസി ഈസ് ഇൻ. നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ തന്നെ കോപ്പി ചെയ്യാം. കൺട്രോൾ D അടിക്കുക. എന്നിട്ട് ഞാൻ U അടിക്കുമ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് അനിമേഷനും കിട്ടും, ഇതിൻ്റെ അകത്ത് അനിമേഷനും കിട്ടും. കണ്ടല്ലോ 2 ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ടും സെയിം പൊസിഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് വേറെ വിഷയമില്ല. സെലക്ട് ചെയ്യുക, ഒന്നും കൂടെ കൺട്രോൾ D. ഓക്കെ, എന്നിട്ട് അതിൻ്റെ U അടിച്ചു. അപ്പോൾ 3. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടലി കീ ഫ്രെയിം അസിസ്റ്റൻസിൻ്റെ അകത്ത് ഏതൊക്കെ ഉണ്ട്? ഈസി ഈസ് ഇൻ, ഈസി ഈസ് ഇൻ, ഈസി ഈസ് ഔട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റീനെയിം ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ഈസി EASE ഈസ്, അടുത്തത് ഈസ് ഇൻ. ഓക്കെ, ഇത് ഈസ് ഔട്ട്. ഓക്കെ, ഇങ്ങനെ ആക്കി. എന്നിട്ട് ഓരോന്നായിട്ട് ഇതേ നെയിമിങ് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ക്ലിക്ക്, ഈസി ഈസ്. നെക്സ്റ്റ് വൺ റൈറ്റ് ക്ലിക്ക്, ഈസി ഈസ് ഇൻ. നെക്സ്റ്റ് വൺ റൈറ്റ് ക്ലിക്ക്, ഈസി ഈസ് ഔട്ട്. ഓക്കെ, ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്തായിരിക്കും നടക്കുന്നതെന്ന്. ഇതിൻ്റെ അത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വന്നു. കാരണം എന്താണ്, നമ്മൾ കോപ്പി എടുത്ത് വെച്ചിരിക്കുകയല്ലേ. അത് കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും താഴോട്ട്. കേട്ടോ, മൂവ് ചെയ്ത് പൊസിഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കുഴപ്പമില്ല. അടുത്തതിനെയും പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് കുഴപ്പമില്ല. മൂവ് ചെയ്തിട്ട് ഇവിടെ കറക്റ്റ് ഏരിയ ആണല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതാണ് ആ വ്യത്യാസം. നോക്കിയേ, ആദ്യത്തെ ഈസി. ഇനി നമുക്ക് ഇതിനെ മൂവ് ചെയ്തിട്ട് ഒരെണ്ണത്തിനെ അങ്ങ് ഹൈഡ് ചെയ്യാം. ഇപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ആദ്യത്തെ 2 ഈസിയും ഈസി ഈസ് ഇന്നും. അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചപ്പോൾ ഉള്ള പ്രശ്നമോ, അതല്ല കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും അല്ലേ. എല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. പക്ഷേ എന്താണ് സംഭവം, സ്മൂത്തുമാണ് രണ്ടും അല്ലേ. പക്ഷേ ഇവിടെ നിന്ന് എടുക്കുമ്പോഴേ
മുകളിലത്തെ നോക്കിയാൽ നിങ്ങൾ ഈസ് ആകുമ്പം മുകളിലത്തേത് സ്പീഡായിട്ട് വന്ന് അവിടെ എത്തിയപ്പോൾ സ്ലോ ആയി. താഴത്ത് നോക്കിയേ, ഒരേ യൂണിഫോം ആയിട്ടുള്ള മൂവ്മെൻറ്റിലാണ് പോകുന്നത് അല്ലേ? ഇതല്ലേ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോണത്? ഏതാ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോകുന്നത്? മുകളിലത്തേലേ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകുന്നത്. ആ, ഫാസ്റ്റിൽ പോകുന്നുണ്ട്. തുടക്കം ഫാസ്റ്റിലും. അപ്പോൾ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈസിന്ന് പറഞ്ഞാൽ ഒരേ മൂവ്മെൻറ്റിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും. ഇനി ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈസ് ഔട്ട് മാത്രം നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, സ്പീഡിൽ ഒന്ന് ഇടിച്ച് നിന്നു. ഓക്കെ, സ്മൂത്തായിട്ട് വന്നു, സ്പീഡിൽ നിന്ന് ഇടിച്ച് വീണു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ ആരോ ഉണ്ടോ. അപ്പോൾ തിരിച്ചാകുമ്പോൾ എന്തായിരിക്കും നോർമലി? തിരിച്ച് പ്ലേ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നോക്കിയേ, ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. സ്മൂത്തായിട്ട് വന്നു, അവിടെ വന്ന് സ്ലോ ആയി. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈസാണ്. ഉണ്ടോ, ഒരേ യൂണിഫോമായിട്ട് വന്നു, അതേപോലെ നിന്നു, ഒരു ചേഞ്ചും ഇല്ല. മനസ്സിലായോ മൂന്നിൻ്റെ വ്യത്യാസം? അപ്പം ഇതാണ് ഈസ് എന്ന് പറഞ്ഞാൽ ഒരേ ഇതിൽ മൂവ്മെൻറ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈസ് ഇന്നാകുമ്പം എന്താണ്? ഈസ് ഇന്നാകുമ്പോൾ എന്താ പ്രത്യേകത? ഇതാ എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് സ്പീഡിൽ വന്നാലും പതുക്കെ അതങ്ങ് സ്മൂത്താവും. ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈസ് ഔട്ടാണ്. ഈസ് ഔട്ടിൽ ഇതാ അവിടെ വന്ന് ആദ്യം സ്മൂത്തായിട്ട് വന്ന് ലാസ്റ്റ് ഒന്ന് സ്ലോ ആവും. ഓക്കെ, ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതാ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ തിരിച്ചിങ്ങി വരും. ഇതാ പഴയ പോലെ ആവും കേട്ടോ. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിനെ ഞാൻ ഈസ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലുള്ള, അതിനെ നമുക്ക് ഈസ് കൊടുക്കാം. ഈസ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും നോക്കാം. ഇതെല്ലാം ഞാൻ ഹൈഡ് ചെയ്തിട്ട് ഓക്കെ ഒന്ന് നോക്കാം. ഇപ്പം എന്ത് പറ്റി? ഫാസ്റ്റായിട്ട് വന്നിട്ട് സ്ലോ ആയിട്ട് നിന്നു. ഓക്കെ, കാരണം എന്താണ്? നമ്മളിവിടെ ഫാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക? ഈസി ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈസി ഏതാണ്? ഈസ് ആദ്യത്തേന് കൊടുക്കണതേ. കണ്ടോ, ഇങ്ങനെയാവും. അവിടെ വന്നിട്ട് അതൊന്ന് ചെറിയൊരു ഫാസ്റ്റ് വന്നിട്ട് അവിടെ സ്ലോ ആവും. ലാസ്റ്റ് വണ്ണിലും നോർമലി അങ്ങനെ തന്നെയാണ്. കണ്ടോ, സ്ലോ ആണ്, അവിടെ എത്തുമ്പോൾ ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ കൊടുക്കാം ഈസ്. ഇനി നോക്കിയാൽ ലാസ്റ്റ് വൺ എന്താണെന്ന് കണ്ടോ, ചെറുതായിട്ട് ഫാസ്റ്റായിട്ട് അവിടെ സ്ലോ ആയി. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തേതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈസ് ഔട്ട് കൊടുക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈസ് ഔട്ട്. ഇതിലാണ് ഫസ്റ്റ് വണ്ണിലാണ്. ബാക്കിയെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാം. കണ്ടോ, അവിടെ നിന്ന് കുറച്ച് സ്പീഡിലോട്ട് പോകും. അതേപോലെ നമുക്ക് എല്ലാത്തിനും നമുക്ക് വേരി ചെയ്യിപ്പിക്കാം. ആക്ച്വലി നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഇതെല്ലാം നമ്മൾ ഇതിൽ വെച്ചിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. കണ്ടോ, ഇതിൽ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇത് മാത്രം സ്വല്പം ഒന്ന് പുറകിലോട്ട് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ ആക്കാം. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് പഴയ പോലെ ആക്കാം. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് പഴയ പോലെ ആക്കാം. ഇതിൻ്റെ അകത്ത് മാത്രം അല്ല, ഇതിലും ഇങ്ങനെ ആക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഉണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു ഗ്രാഫ് എഡിറ്ററുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രാഫ് കാണിക്കും. ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കാണിക്കുന്നത്. പക്ഷേ സ്മൂത്തൊന്നുമല്ല. പക്ഷേ നോർമലി നോക്കുമ്പോൾ ഇതൊരു സ്മൂത്താണ് അല്ലേ? സ്മൂത്താണ് അല്ലേ? പക്ഷേ ഈസാണ്. എന്നാൽ കുഴപ്പമില്ല. നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഈ രണ്ട് കർവ് ഉണ്ട്. ഫിറ്റ് സെലക്ഷൻ ടു വ്യൂ, ഫിറ്റ് ഓൾ ഗ്രാഫ് ടു വ്യൂ. ഒരെണ്ണത്തിൽ അടുത്തതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് രണ്ടെണ്ണം നമുക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട്. കണ്ടോ, കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഗ്രാഫ്. ഗ്രാഫിൽ പോയിട്ട് ഇത് വെറുതെ ഇങ്ങനെ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഗ്രാഫ് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്. ഇതെങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ മൂവ്മെൻറ്റ് എന്താണ്? അത് യൂണിഫോം മൂവ്മെൻ്റ് ആയിരിക്കും പോകുന്നത്. ഇതിൽ വന്നിട്ട് ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൊടുക്കുന്ന പോലെ ഫസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈസ്. ഇനി നിങ്ങൾ ഗ്രാഫ് ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എന്തായി? കർവായി. കണ്ടോ, ഇതാണ് ഈസിൽ സംഭവിക്കുന്നത്. മനസ്സിലായ? പിടികിട്ടിയ സംഭവം എന്താണെന്ന്? ഓക്കെ, ഇനി ഞാൻ തിരിച്ച് വന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അടുത്തത്
ഈസി ഈസ് ഇന്നിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? കർവായി. കണ്ട കർവായി. അടുത്തത് ഈസ് ഔട്ട്. ഔട്ടിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് ഈസി നേരത്തെ നമ്മൾ ഏതാ കൊടുത്ത ഈസി ഔട്ടല്ലേ കൊടുത്തത്? ഇത് ഇന്നും ഓക്കെ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഒരു കർവ്. വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോഴും ഇതൊരു സ്ട്രെയിറ്റ് ആണ്. ഈസാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അത് കാരണം അത് ഷാർപ്പാണ് സംഭവം. അതുകൊണ്ട് ആ ഷാർപ്പിലേ അത് വരുള്ളൂ. മനസ്സിലായോ? മൂവ്മെൻറ്റിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി നമ്മളിതിനെ എല്ലാം ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് മുതൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ തന്നെ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു കർവ് ഉണ്ടല്ലോ. ഈ കർവിനത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ മൂവ്മെൻറ്റ്? ആദ്യം സ്പീഡിൽ വന്നിട്ട് പതുക്കെ വരും അല്ലേ? ആ കർവ് ഇങ്ങനെ വളഞ്ഞു കിടക്കില്ല. അപ്പോൾ സമയം കൂടുതലാണ്. ഇനി പ്ലേ ചെയ്ത് നോക്കിയേ. കണ്ടോ? ആദ്യത്തെ കർവ് വലുതാണ്. നോക്കിയേ ഇല്ലേ? അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിന് ഫിറ്റ് ടു ഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുക. ആക്ച്വലി ഇതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണിക്കുകയും ചെയ്യും. അത് സൂം ഔട്ടൊക്കെ ചെയ്യാം. സെലക്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാം. ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിറ്റ് ടു സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി അത് നിങ്ങൾക്കിനി കുറച്ചും കൂടെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ഇത്രേ പറ്റുള്ളൂ. പകരം എനിക്ക് ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. കണ്ടോ? ആദ്യം നല്ല സ്പീഡ്, കാരണം ഇവിടെ ടൈമില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. ഇവിടെ എത്തുമ്പോൾ പതുക്കെ ഇങ്ങനെ പോകും. കണ്ടോ? ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യണം. മൊത്തത്തിൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഇവിടെയും സമയം, ഇവിടെയും ഇതുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? ആ ഒരു ഏരിയ മാത്രം സ്പീഡ്, ബാക്കി എല്ലാം സ്ലോ. ഓക്കെ. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈസി അതിനൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗ്രാഫ് മാത്രം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഗ്രാഫ് മാത്രം വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തത് ഇത് ഞാൻ ഓഫ് ചെയ്തിട്ട് അടുത്ത് ഓൺ ആക്കിയ. എന്നിട്ട് വീണ്ടും ഞാൻ സെലക്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. പക്ഷേ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കർവിലോട്ട് പോവുക. എന്നിട്ട് നമ്മുടെ മൂവ്മെൻറ്റ് എവിടെ? ഈസി ലാസ്റ്റ് കീ ബാക്കിൽ ഇവിടെ കിടക്കുക. ഓക്കെ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വരുന്നു. അതിനുശേഷം ഗ്രാഫ് എടുക്കുന്നു. ഗ്രാഫിൻ്റെ അകത്ത് എല്ലാം സെയിം തന്നെയാണ്. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ മുകളിൽ കൊണ്ടുപോകാം, ഇതിൻ്റെ വേണമെങ്കിൽ താഴെ കൊണ്ടുപോകാം. അതിലൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇത്രയും ടൈം നമുക്ക് നോക്കാം. പതുക്കെ വന്ന് അത് യൂണിഫോം മൂവ്മെൻ്റ് ആയിപ്പോയി അല്ലേ? ഇനി കുറച്ചും കൂടെ സ്പീഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പതുക്കെ വന്നിട്ട് സ്പീഡിൽ പോകും. കുറച്ചും കൂടെ സ്പീഡ് കൂടണമെങ്കിൽ ഇതിനെ പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക, മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലോ ടു ഫാസ്റ്റ്. ഓക്കെ. പക്ഷേ മൂവ്മെൻറ്റ് സ്ലോ ആയിട്ടേ നിൽക്കുകയുള്ളൂ. ഇതിനെ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് മൂവ് ചെയ്ത് പഴയ പോലെ ആവും, സ്ട്രെയിറ്റ് ഇതാവും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഫാസ്റ്റ് ദെൻ സ്ലോ. ഓക്കെ. ഇതാണ് ആക്ച്വലി ഒരു ഗ്രാഫിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗ്രാഫിൽ തന്നെ ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫ് എടുത്തിട്ട് അത് കാണുന്നില്ലെങ്കിൽ ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ വരും. ഒറ്റ പ്രാവശ്യം ആദ്യത്തെ ക്ലിക്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗ്രാഫ് സ്മൂത്ത് ആക്കിയതിന് ശേഷമേ നിങ്ങൾ അതിലോട്ട് പോവുള്ളൂ. ഈ ഗ്രാഫാണെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നിർത്തിയിട്ട് ഗ്രാഫിൽ പോവുക. അപ്പോൾ ആ ഗ്രാഫ് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഗ്രാഫിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം, സൂം ചെയ്യാം. കണ്ടോ? ഇതിൽ ഓട്ടോ സൂം ഗ്രാഫ് ഹൈറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ സൂം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലാതെ വെറുതെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രാഫിനെ കിട്ടും. ഗ്രാഫിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലൈൻ ചെയ്ത് വലുതാക്കാം. അപ്പോൾ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈനൊക്കെയാണ് ഗ്രാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിഫോം മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ അഡ്ജസ്റ്റ്. അനാവശ്യമുള്ള കീ ഫ്രെയിംസ് ഒന്നും ക്ലിക്ക് ചെയ്യരുത്. ഇതൊക്കെ സ്നാപ്പൊക്കെയാണ്. സ്നാപ്പ് എന്ന് വെച്ചാൽ കറക്റ്റ് സ്നാപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഇതിപ്പോൾ കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനാണെങ്കിൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈനും കാര്യങ്ങളും ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇത് കണ്ടോ? കൺവേർട്ട് കീ ഫ്രെയിം ടു ലീനിയർ ക്ലിക്ക് ചെയ്താൽ അത് ലീനിയർ കീ ഫ്രെയിം ആവും. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിച്ച് വേണം ക്ലിക്ക് ചെയ്യാൻ. കണ്ടോ? ഇത് വീണ്ടും സ്മൂത്തായി, ഇത് വീണ്ടും ഈസി. ഇതേ സംഭവങ്ങൾ സെയിം സംഭവം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ? ഇങ്ങനെ ഒരു ലൈനിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്.
മനസ്സിലായോ? ഗ്രാഫ് നല്ലവണ്ണം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും തെളിഞ്ഞ് വരാൻ പറ്റുള്ളൂ. ഇതിൽ മാത്രമല്ല, ടെക്സ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ചെയ്തേക്കാട്ടി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ ടെക്സ്റ്റ് അനിമേഷൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഗ്രാഫ് ഓക്കെ, ഗ്രാഫ് എന്നടിച്ച് സെലക്ട് ചെയ്തു. കൺട്രോൾ ഓൾട്ട് ഹോം, ഇങ്ങനെ എസ് അടിച്ചിട്ട് സ്വല്പം സെലക്ട് ചെയ്തു. ഓക്കെ, എനിക്ക് സ്കെയിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. സ്കെയിലാണ്. സോ സ്കെയിൽ ഞാൻ ഒരു കീ ഇട്ടു, സ്വല്പം മൂവ് ചെയ്തിട്ട് ഇതിനെ നല്ലോണം സ്കെയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ഈസിൻ ഏത് വേണോ കൊടുക്കാം. കാരണം ഗ്രാഫിൽ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യും. ഗ്രാഫ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരും. ഇവിടെ നിന്ന് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ആയി കൊടുത്തു. ഇപ്പോൾ നോക്കിയേ ഉണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വരെയാണ്. വേണമെങ്കിൽ കുറച്ചും കൊണ്ട് ഇതിന് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്താൽ കുറച്ചും കൊണ്ട് സ്ലോ ആവും. കണ്ടോ? ഇവിടെ മാത്രമല്ല, ഇതിലും കൺട്രോൾ ചെയ്യാം. ഇതാ കണ്ടോ? ഇങ്ങനെയും കൺട്രോൾ ചെയ്യാം. അല്ല പിടിച്ച് ഇതിലും കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗ്രാഫ് സ്മൂത്തായിട്ട് വന്നില്ലേ? ഇനി നമുക്ക് അടുത്ത ടൈറ്റിൽ കൊടുക്കാം. എഡിറ്റർ എന്ന് കൊടുത്തേ. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തു, എസ് അടിച്ചു, സ്കെയിൽ ചെയ്തു, കൺട്രോൾ ഓൾട്ട് ഹോം, എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലോട്ട് വെച്ച് കൊടുത്തു. ഇതിന് നമുക്ക് അടുത്ത അനിമേഷൻ ചെയ്യാം. ഗ്രാഫ് ഇങ്ങനെ ഇതിൻ്റെ പകുതി മുതൽ മതി. സ്കെയിൽ മൂവ് ചെയ്യുന്നു, ഇവിടെ നിന്ന് സ്കെയിലിനെ സ്വല്പം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസിന്ന് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. സെലക്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഞാൻ മൂവ്മെൻ്റ് ഒന്ന് മാറ്റുകയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ വലുതാക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കാണാം, ഇങ്ങനെ മൂവ് ചെയ്ത് തിരിച്ചു കൊടുത്തേ. നേരത്തെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? നേരത്തെ ഓപ്പോസിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു സുഖമില്ല, തിരിഞ്ഞുപോയി. അപ്പോൾ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. നമുക്ക് ഏതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാഫ്, ആ ഗ്രാഫിൽ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുക. ഗ്രാഫ് മീൻസ് കീ ഫ്രെയിമിൽ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മൾ വലുതാക്കുന്നു. എന്നിട്ട് ഞാൻ പറയണത് എനിക്ക് ഇങ്ങനെയല്ല, ഇതിനെയും കൂടെ തിരിച്ചിങ്ങനെ ആക്കി കൊടുക്കുക, സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാം. വീണ്ടും നമുക്ക് തിരിച്ചു വരണമെങ്കിൽ ഇങ്ങനെ ഇതാ, ഇപ്പോൾ യൂണിഫോം മൂവ്മെൻറ്റായി. ഇങ്ങനെ മൂവ് ചെയ്യുക, ഇതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി പ്ലേ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും. പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. ഇനി രണ്ടും കൂടെ നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ സ്വല്പം കൂടെ അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഒരുമിച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഒരുമിച്ചിട്ട് കൊടുക്കുക. ഒന്ന് തീർന്നിട്ട് അടുത്ത മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇവിടെ മൂവ്മെൻറ്റ് ഇല്ല. കണ്ടോ? ഇവിടെ മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കീ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഗ്രാഫ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇവിടെയും ഒരു കീ ഫ്രെയിം എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. കണ്ടോ? ഈ കീ ഫ്രെയിം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് മൂവ്മെൻറ്റാണ് വേണ്ടത്, അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി ഞാൻ മൂവ് ചെയ്തിട്ട് വീണ്ടും ഞാൻ സ്കെയിൽ ചെയ്തു, സ്കെയിൽ ഇങ്ങനെ ആക്കി. എന്നിട്ട് ഞാൻ ഇതിനെ രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, നമുക്ക് എന്ത് കൊടുക്കാം? പ്രീ കോംബ്. പ്രീ കോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ്. ഓക്കെ, പ്രീ കോംബിന് ഞാൻ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ ഇതെന്താണ്? ഇത് മൊത്തത്തിൽ ഒറ്റ ഗ്രൂപ്പായി ഇല്ലേ? ഗ്രാഫ് എഡിറ്റർ എന്ന് എഴുതി കാണിക്കുന്ന മൊത്തത്തിലൊരു ഗ്രൂപ്പായി. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊന്ന് റൊട്ടേറ്റ് കൊടുക്കാം. ആർ അടിച്ചു, ഒരു കീ ഇട്ടു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു, റൊട്ടേഷൻ 90 ഡിഗ്രി. ഓക്കെ, വീണ്ടും മൂവ് ചെയ്തു, റൊട്ടേഷൻ 180 ഡിഗ്രി, മൂവ് ചെയ്തു, റൊട്ടേഷൻ 0. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ അതുവരെ അതിൻ്റെ അനിമേഷൻ ഉള്ളൂ. കണ്ടോ? ബാക്കി അനിമേഷൻ ഇല്ല. തിരിച്ചു പോകണം അല്ലേ? ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0 തന്നെ അല്ലേ? മാനുവലി കറക്റ്റിങ് കൊണ്ടു കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തേ. മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. ഓക്കെ, സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസിൻ ഡ്രാഗ് ചെയ്തിട്ട് ഗ്രാഫ് ചെക്ക് ചെയ്യുക. ഓരോ മൂവ്മെൻറ്റും ഇവിടെ എനിക്ക് ഇങ്ങനെ സ്പീഡ് ആവണം, ഇവിടെ എനിക്ക് ഇങ്ങനെ സ്പീഡ് ആവണം, ഇവിടെ എനിക്ക് ഇങ്ങനെ സ്പീഡ് ആവണം.
ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഉണ്ടോ? ഈ രീതിയിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിടികിട്ടിയ സംഭവം എന്താണെന്ന്. എന്നിട്ട് സ്പീഡ് കൂട്ടണമെന്നത് സ്പീഡ് കൂട്ടുക. ഇവിടെ നിന്ന് ഇതുവരെ കുറച്ച് സ്പീഡ് കൂടി വരട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഈ റൊട്ടേഷനും കൂടെ കുറച്ചും കൂടെ സ്പീഡാവട്ടെ. ഓക്കെ, ഇത് മാത്രം സ്വല്പം ഒന്ന് സ്ലോ ആവുക. ഇപ്പോൾ നോക്കിയേ. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യു അടിക്കാം. ഇതിൻ്റെ അകത്ത് യു അടിച്ച് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാമല്ലോ നമുക്ക്. ഉണ്ടോ? ഇങ്ങനെ നിന്നാൽ മാത്രം പോരാന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കൂടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നു, അതിന് ശേഷം വീണ്ടും ഒരു സ്കെയിൽ കൊടുത്തു, ആഡ് കീ ഫ്രെയിം. അത് അവിടെ തന്നെ നിൽക്കും. വീണ്ടും ഒരു ആഡ് കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് ഞാനതിനെ മൂവ് ചെയ്തു. കാരണം എന്താണ്, എനിക്കതിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് സമയം കൂടെ വേണം ഇങ്ങനെ. ഓക്കെ, സെയിം ഇവിടെയും യു അടിക്കുന്നു. ഒരു കീ ഫ്രെയിം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കീ ഫ്രെയിം വെറുതെ ഇടുന്നത് കേട്ടോ. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ആഡ് കീ ഫ്രെയിം. അതാകുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. മൂവ് ചെയ്യുക. ഞാനതിനെ എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതാ ഡ്രാഗ് ചെയ്തിട്ട് ഗ്രാഫിനെ ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി രണ്ടും കൂടെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസി സെലക്ട് ചെയ്യുക. ഇതാ രണ്ടിനെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ തിരിച്ചിറങ്ങി നോക്കി കഴിയുമ്പോൾ കണ്ടോ, നമ്മൾ കൊടുത്ത ആ ഇൻസൈഡിൽ നമ്മൾ കൊടുത്ത സംഭവം കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിടികിട്ടിയാ? ഓക്കെ, ഇനി എനിക്ക് ഒരു മൂവ്മെൻറ്റും കൂടെ വേണമെന്ന് വിചാരിക്കുക. ഇവിടെ വെച്ചിട്ട് എനിക്കൊരു മൂവ്മെൻറ്റും കൂടെ വേണമെന്ന് വിചാരിക്കുക. ഈ ഒരു ഏരിയക്കകത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഷിഫ്റ്റ് കൺട്രോൾ ഡി അടിക്കുക. എന്തിനാണ് ഷിഫ്റ്റ് കൺട്രോൾ ഡി അടിക്കുന്നത്? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സ്പ്ലിറ്റായി. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പൊസിഷൻ എനിക്ക് അനിമേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പൊസിഷൻ ഇവിടെ ഇട്ടു. ഞാനിവിടെ നിന്ന് ഇതിനെ ഇങ്ങോട്ടങ്ങ്, സോറി, രണ്ടും ഒന്നാണല്ലേ, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, ഇങ്ങോട്ടങ്ങ് മൂവ് ചെയ്തും കളയാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസി സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇനി നോക്കിയേ. ഇനി നോക്കി കഴിയുമ്പോൾ അത് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ ഇങ്ങനെ തിരിച്ചു നിന്നു. അത്ര ഏരിയ അവിടെ ഹോൾഡായി പതുക്കെ ഒരു മൂവ്മെൻറ്റ് വന്നു, ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പോയി. ഓക്കെ, കുറച്ചും കൂടെ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെയും കൂടെ സെലക്ട് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസിന് കൊടുക്കുക, സെലക്ട് ചെയ്യുന്നു, ഇതിനെ പിടിച്ച് താഴെ വയ്ക്കുന്നു. ഇവിടെ ഞാൻ വലുതായിട്ട് കാണുന്നു, ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു, മൂവ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ലാസ്റ്റ് പൊസിഷൻ ഇല്ലേ, നമ്മൾ കട്ട് ചെയ്ത പൊസിഷൻ, ആ ഒരു പൊസിഷനിലും കൂടെ നല്ല സ്പീഡായിട്ട് പോകും. കണ്ടോ? അവിടെ രണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഗ്രാഫ് അപ്പുറത്തോട്ടും എഡിറ്റർ ഇപ്പുറത്തോട്ടും, അതൊന്നുമില്ല. അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിനെ അകത്ത് അനിമേഷൻ ചെയ്ത് കൊടുത്താലും മതി. പിടികിട്ടിയ സംഭവം. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ കറക്റ്റ് മോഷൻ ഗ്രാഫിക്സിൻ്റെ ഒരു ബേസ് സംഭവം കിട്ടുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ക്ലയൻറ്റ് പറയുന്ന രീതിയിൽ നമ്മൾ അനിമേഷൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരുപാട് പ്രീസെറ്റുകൾ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, ഒരുപാട് സാധനം കിട്ടും. പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം.